ബഹുമാനപ്പെട്ട നമ്മുടെ അബൂ ത്വാഹിർ ഫൈസി മാനന്തവാടി ഈ നൗഷാദ് ഹസനെയും ഒരു ടീം ഈ വാദ്യോപകരണങ്ങൾ വെച്ച് ഹാർമോണിയൊക്കെ വെച്ചിട്ട് പാട്ട് പാടലും അതേപോലെ സിനിമയിൽ അഭിനയിക്കലതൊക്കെ ന്യായീകരിച്ചുകൊണ്ട് അതൊക്കെ ഹലാലാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് പ്രഭാഷണങ്ങളിൽ ഇയാളിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് സൂഫിയാക്കള മജ്ലിസിൽ ഇത് അനുവദനീയമാണ് എന്നൊക്കെ പറഞ്ഞ് ഇമാമിങ്ങൾ ഉദ്ധരണിയുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നു. ഈ സൂഫിയാക്കള മജ്ലിസിൽ അനുവദനീയമാണെന്നുള്ളത് ഇവർക്ക് ഇപ്പോൾ ഇതെങ്ങനെ അനുവദനീയാകലും എന്നുള്ളത് വേറെ വിഷയം. ഇവരിപ്പോൾ സൂഫികളാന്ന് നേരെ പറഞ്ഞു. ഇവരെന്ത് സൂഫികൾ, ഇതാ സൂഫികൾ, ഞങ്ങൾ സൂഫികളാന്നും പറഞ്ഞാണ് ഇവർ നടക്കുന്നത്. ഇവർ സൂഫിസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലക്ഷണം ഇവരെടുത്ത് കാണണ്ടേ? വെറുതെ പറയാം, സൂഫിയാക്കൾക്ക് മജ്ലിസിൽ ഹലാലാണ് അല്ലെങ്കിൽ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവരുടെ മജ്ലിസിൽ വെച്ച് നടക്കുന്ന പാട്ടും കൂത്തിനും പറയുന്നത് തെളിവായത് വേറെ വിഷയം. എന്തോ ആട്ടെ. അപ്പോൾ അബൂ ത്വാഹിർ ഫൈസിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരു നളന്തക്കുട്ടി ഇവരുടെ ബിനാമിയായിട്ട് വന്നിട്ട് ചോദിച്ച് വാദപ്രതിവാദത്തിനുണ്ടോ ഈ വിഷയത്തിൽ. മൂപ്പരായിക്കോട്ടെ എന്നും പറഞ്ഞു. നൗഷാദ് ഹസനി അല്ലെ പ്രസംഗിച്ച ആള്, മൂപ്പരും ഹാഫിളൊക്കെ അല്ലേ, ആയിക്കോട്ടെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചിട്ട് എന്നാ പറയാന്ന് പറഞ്ഞു. പിറ്റേന്ന് വന്നാണ്ട് പോകാൻ പറഞ്ഞു, ഹസനി ഉസ്താദ് റെഡിയാന്ന് പറഞ്ഞിട്ടുണ്ട്, ആയിക്കോട്ടെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാന്നാണ്. അപ്പോൾ പോകാൻ പറയാം ഹസനി വരൂല, ഹാഫിളും വരൂല, പക്ഷെ ഓലെ ആൾക്കാരെ പറഞ്ഞേക്കുന്ന. ആയിക്കോട്ടെ കുഴപ്പമില്ല, അപ്പോൾ അവരാണല്ലോ വരും നിങ്ങൾ പറഞ്ഞത്. ഇനി അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓർക്ക് പേടിയാണ്, ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞങ്ങളെ ഇനി ആളുകളെ പറഞ്ഞേക്കുന്നതിന് ലെറ്റർ ആയിട്ട് എഴുതി തന്നോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ അയിമങ്ങനെ കുറച്ച് ഉരുണ്ട് പറഞ്ഞു നടന്നി. സംഗതി ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു എണ്ണ കളി കളിച്ചപ്പോൾ അതിന്റെ ജാള്യത മാറ്റാൻ വേണ്ടിയാണ്ട് ഒന്ന് രണ്ട് പ്രസംഗങ്ങളിൽ അബൂ ത്വാഹിർ ഫൈസി എങ്ങനെ ചൊറിഞ്ഞു മാന്തിയൊക്കെ പോയിനി. മൂപ്പര ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അച്ചാർ കമ്പനി എന്നൊക്കെ പറഞ്ഞു, ഇതൊക്കെ അച്ചാർ ഉണ്ടാക്കലല്ല എന്നൊക്കെ പറഞ്ഞു പരിഹസിച്ച് തനി തറ പുറത്താണ് പറഞ്ഞിട്ട് സൂഫിയാക്കളാണ് അത്രേ. ഇവരാണ് ഈ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു സൂഫി മജ്ലിസിൽ ജായിസ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ജായിസ എന്ന് പറയണത് സൂഫികളെ. ഏതായാലും അതിന് ശേഷം മണ്ണാർക്കാട്ടുള്ള സർവ്വമത സത്യവാദികളായ സൂഫി ഉപ്പായിട്ട് കിടക്കുന്ന വേറൊരു ഉടായിപ്പ് തരികയുടെ ടീമുണ്ടല്ലോ, ഇവരെടുത്ത് വരലും അതിന്റെ ഫോട്ടോ പുറത്ത് വരലും ഇതൊക്കെ കൂടെ ആയപ്പോ അത് വെച്ചിട്ട് അബൂ ത്വാഹിർ ഫൈസി വേറൊരു വീഡിയോ ചെയ്തിനി. അപ്പൊ ഈ സാധുവിനതൊക്കെ കൂടെ കണ്ട് ഹാലളകിയാണ്ട് ഇനി സുഹാബികളുടെ ഡയലോഗ് അടിച്ചുകൊണ്ട് ഷജറകൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് ആക്കി വന്നതാ. പക്ഷെ തൊട്ടതേ ഓർമ്മയുള്ളൂ. ഓന്റെ മഹാന്മാരെ ഹദറത്തുമില്ല, മഹാന്മാരെ നിർദ്ദേശമില്ല, ഔലിയാക്കളെ ഉപദേശമില്ല, പിൻബലമില്ല, ഒന്നുമില്ല. വലാ തഖറബാ ഹാദിഹി ഷജറ എന്നുള്ളത് വേറെന്തൊക്കെയാക്കിയാടൊക്കെ പറയുന്നത്. ഷജറ എന്നാണ് പറയലോട് കൂടെ തന്നെ ഓന്റെ മശായിഖന്മാർക്ക് ഓന്റെ ഉന്നത ഹദറത്തിലുള്ളവർക്ക് ഖുർആനിലെ ആയത്ത് വരെ തിരിയാതെയായി. അതാ പറഞ്ഞു വരുന്നത്, കേട്ടോളി. ലാ തഖറബു ഹാദിഹി ഷജറ എന്നൊക്കെ പറഞ്ഞ പോലെ എന്തായാലും ലാ തഖറബു ഹാദിഹി ഷജറ എന്നൊക്കെ പറഞ്ഞ പോലെ എന്തായാലും ഷജറനോട് അടുക്കരുത് എന്ന് പറഞ്ഞ പോലെ